നമസ്കാരം. എംപേബ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സിപ്പി നൂറുദ്ദീൻ. LDC തിരുവനന്തപുരം പരീക്ഷ കഴിഞ്ഞതോടുകൂടി ചോദ്യ പാറ്റേൺ സംബന്ധിച്ച് ഏകദേശ ധാരണയൊക്കെ എല്ലാവർക്കും ഉണ്ട്. മാത്രമല്ല, ഇന്നിപ്പോ LDC ഖാദി ബോർഡ് പരീക്ഷ കഴിഞ്ഞപ്പോൾ ഉദ്യോഗാർത്ഥികൾ നേരിട്ട് കണ്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ 70-ന് മേലെയും 80-ന് മേലെയൊക്കെ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ബോധ്യമായിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇത്തരത്തിൽ ഒരു ഈസി ചോദ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഈസി ഒന്നുമല്ല, ബട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാം. എല്ലാവരും വലിയ ഡിഫിക്കൽട്ട് UPSC ലെവലിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് കൂടുതൽ പ്രതീക്ഷിച്ചതെങ്കിലും അത്യാവശ്യം നന്നായി പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്നാൽ വെറും ഈസി തറ ചോദ്യ പേപ്പർ എന്നൊന്നും പറയാനും പറ്റില്ല, അല്ലേ? പക്ഷേ ഞാൻ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മിക്കയിടങ്ങളിലും ഫാൻസ് അസോസിയേഷൻ്റെയൊക്കെ ചീത്തവിളി പറയുന്നിട്ടായിരിക്കണം, കട്ട് ഓഫ് ഒക്കെ വളരെ കുറച്ചായിട്ടാണ് എല്ലാവരും കാണിച്ചിരിക്കുന്നത്. പ്രതീക്ഷിത കട്ട് ഓഫ് വളരെ കുറവായിട്ട് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ചീത്തവിളിയും ആർപ്പുവിളിയൊക്കെ തന്നെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, LDC തിരുവനന്തപുരം എഴുതിയ ഉദ്യോഗാർത്ഥികൾ ചെയ്ത 6 പ്രധാന തെറ്റുകൾ ഞാൻ ഇവിടെ വിശദീകരിക്കാം, വളരെ സിമ്പിളായിട്ട്. ഇനി പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ അത് ആവർത്തിക്കാതിരിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ 6 കൃത്യമായിട്ട് കേട്ട് കഴിയുമ്പോൾ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അതും രേഖപ്പെടുത്താം, ചീത്തവിളി ഉൾപ്പെടെ. ഒന്നാമത്തെ തെറ്റ്, അതായത് കറക്കി കുത്തി മാർക്ക് നേടാമെന്ന വ്യാജ പ്രചരണം, അല്ലെ? ഇത്തരത്തിൽ വ്യാജ പ്രചരണത്തിൽ പെട്ടുപോയിട്ടുള്ള ഒരുപാട് പേര് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഒരുപക്ഷെ അവർ കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ അവർക്ക് നിശ്ചയമില്ലാത്ത ചോദ്യങ്ങൾക്ക് കൂടി കറക്കി കുത്തി ഉത്തരം കൊടുക്കാൻ അവർ സന്നദ്ധ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതുമൂലം അവർക്ക് നഷ്ടപ്പെട്ട മാർക്ക് എന്ന് പറയുന്നത് അളവില്ലാത്ത രീതിയിൽ തന്നെ സംഭവിച്ചിട്ടുമുണ്ട്. എലിമിനേഷൻ ടെക്നിക് എന്ന് പറയുന്ന ഒരു രീതി, നമുക്ക് ഒരു ടോപ്പിക്കിനെ പറ്റി അല്ലെങ്കിൽ ഒരു ചോദ്യം വരുമ്പോൾ അതിലുണ്ടാവുന്ന സ്റ്റേറ്റ്മെന്റ് 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്നിരിക്കട്ടെ, ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എങ്കിലും അറിയാമെങ്കിൽ മാത്രമേ എലിമിനേഷൻ ടെക്നിക്കിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ UPSC പരീക്ഷകളിലൊക്കെ ചെയ്യുന്ന രീതിയാണ്, ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷേ യാതൊരുവിധ ധാരണയുമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളെയും, അത് മാത്രമല്ല 1 വേർഡ് ചോദ്യങ്ങളെ പോലും കറക്കിക്കുത്താൻ ഉദ്യോഗാർത്ഥികൾ ഒരു വ്യഗ്രത കാണിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ നഷ്ടപ്പെട്ടതോ അളവില്ലാത്ത മാർക്ക്. രണ്ടാമത്തെ കാര്യം, എക്സാം വിചാരിച്ചതിനേക്കാൾ ഈസി ആയിരുന്നു. വെറും ഈസി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറും ഈസി അല്ല, എല്ലാവരും വിചാരിച്ചതിനേക്കാൾ ഈസി ആയിരുന്നു. സ്വാഭാവികമായിട്ടും ചോദ്യപേപ്പർ കിട്ടുന്ന ഒരു കുട്ടി എക്സാം ഹാളിൽ അവർക്കുണ്ടാവുന്ന മനോനില ആയിരിക്കത്തില്ല വീട്ടിലിരുന്ന് ചോദ്യം ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാവുന്നത്, അല്ലേ? അപ്പോ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എക്സാം ഈസി ആണെന്നുള്ളൊരു തോന്നൽ കാരണം കട്ട് ഓഫ് കൂടും എന്ന ഒരു ചിന്ത, കട്ട് ഓഫ് കൂടിയേക്കും. എന്നാ പിന്നെ അറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങൾക്ക് ഒന്ന് കുത്തി നോക്കാം. ഒരു 4 ചോദ്യങ്ങൾക്ക് അടുപ്പിച്ച് ഇടാം, കറുപ്പിക്കാം. ഏതെങ്കിലും ഒന്ന് ശരിയാണെങ്കിൽ അങ്ങ് ബാലൻസ് ആയിക്കോളുമല്ലോ. 4 എണ്ണം കുത്തി, പിന്നെ നോക്കുമ്പോ കുത്താനുള്ള ആ ഒരു ഇത് കൂടി വരും. ചുരുക്കത്തിൽ എക്സാം OMR നമ്മൾ കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് അവസാനത്തെ ഒരു 5-10 മിനിറ്റില് ചാറ പറന്ന് കുത്തും. ഇത് ഈ പറയുന്ന രീതിയിൽ തന്നെ മാർക്ക് നഷ്ടപ്പെടാൻ കാരണമായി. രണ്ടാമത്തെ തെറ്റാണ്. മൂന്നാമത്തെ തെറ്റെന്ന് പറയുന്നത്, LDC പോലുള്ള പരീക്ഷകളിൽ, LDC LGS പോലുള്ള പരീക്ഷകളിൽ നമ്മൾ പാലിക്കേണ്ട തത്വം മറന്നു പലരും. ഞാൻ ഈ 70-നും 80-നും മേലെ മേടിച്ചവരെ അല്ല ഏറ്റവും എടുത്ത് പറയുന്നത്. തന്മൂലം തെറ്റുകൾ വരുത്തി വെച്ച് 70-ന് താഴെ വന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അറിയാവുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം നൽകിയാൽ
ഏത് വേഴ്സ്റ്റ് സിറ്റുവേഷനിലും കട്ട് ഓഫ് ഈ പറയുന്ന പരീക്ഷയ്ക്ക് കടക്കുമെന്നുള്ള സത്യം മറന്ന് പ്രവർത്തിച്ചു. ശരിയല്ലേ? അറിയാവുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം കൊടുത്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ആ മാർക്കായിരുന്നു അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് അവര് ഈ പറയുന്ന രീതിയിൽ നിലം പതിക്കില്ലായിരുന്നു. നേരത്തെ പറഞ്ഞ 2 തെറ്റുകൾ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കട്ട് ഓഫ് ഈ പറയുന്ന കട്ട് ഓഫിന് താഴെ അവർ ഒരുപക്ഷെ കട്ട് ഓഫിന് താഴെ വന്നാൽ കൂടിയിട്ടും അവർക്കുണ്ടാവുന്ന ഈ 2 തെറ്റുകളായ ആദ്യത്തെ 2 തെറ്റുകൾ മൂലമാണ് ഈ സംഭവം നടന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഈ തത്വം മറന്ന് കളിച്ചു. LDC പോലുള്ള പരീക്ഷകളിൽ എത്രയോ കുട്ടികളെ എടുക്കുന്നതാണ് അല്ലെ? ഒരു ഡിഗ്രി ലെവൽ എക്സാമിനെക്കാളും ഒരു ഡിസ്ട്രിക്ട് വൈസ് കുട്ടികളെ എടുക്കുമ്പോഴേക്കും ആ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന്റെ എണ്ണം മെയിൻ ലിസ്റ്റിൽ കൂടുതലായിരിക്കും. കൂടാതെ വലിയൊരു സപ്ലിമെന്ററി ലിസ്റ്റും വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആദ്യത്തെ 100 റാങ്ക് ഒന്നും വേണ്ട, 110, 200, 300 റാങ്ക് ആണെങ്കിൽ കൂടിയിട്ടും ജോലി കിട്ടും. എത്രയോ പേര് 2 വർഷം കാത്തിരുന്നിട്ട് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും കയറി അല്ലേ? അപ്പോ ക്ഷമയോടുകൂടി അറിയാവുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. അറിയാത്ത ചോദ്യങ്ങൾക്ക് കൊടുക്കില്ല, അറിയാത്ത ചോദ്യങ്ങളെ തൊടില്ല എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി എക്സാം ഹാളിൽ കടന്നാൽ അത് നേരത്തെ തന്നെ എക്സാമിന് മുന്നേ അല്ല, എക്സാം അന്ന് രാവിലെ അല്ല ചെയ്യേണ്ട, അതിന് മുന്നേ നമ്മൾ വീട്ടിലിരുന്ന് OMR ചെയ്യുമ്പോൾ കൂടിയും അത് പരിശീലിക്കണം. ഓക്കെ, 4ാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ LGS LDC ലെവൽ പരീക്ഷാ ചോദ്യപേപ്പറുകളാണ് കൂടുതൽ ആൾക്കാരും പരിശീലനം ചെയ്തത്. അത് പോരായിരുന്നു, ഡിഗ്രി ലെവൽ പരീക്ഷാ ചോദ്യങ്ങൾ ഉൾപ്പെടെ ചോദ്യപേപ്പറുകൾ ഉൾപ്പെടെ നിങ്ങൾ വിശകലനം ചെയ്യുകയും ആയതിന് പ്രകാരം കണക്റ്റഡ് ഫാക്ട്സ് പഠിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം പല ചോദ്യങ്ങളും ഡിഗ്രി തല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളവ ആയതിന്റെ കണക്റ്റഡ് ഫാക്ട്സ് ഒക്കെ കയറിയാണ് വന്നിരിക്കുന്നത്. അപ്പോ ആ ഒരു തെറ്റ് പലരും ഇവിടെ കാണിച്ചിട്ടുണ്ട്. 5ാമത്തെ കാര്യം, കറണ്ട് അഫയേഴ്സിന് സിലബസിൽ പ്രാധാന്യമുണ്ട്, മാർക്ക് നല്ല രീതിയിലുണ്ട്. 15 മുതൽ 20 മാർക്ക് വരെ LDC പരീക്ഷയ്ക്ക് ചോദിക്കും. എങ്കിലും കറണ്ട് അഫയേഴ്സിനെ അവസാനത്തെ 2-3 ആഴ്ചയിൽ പഠിച്ചെടുക്കാമെന്നുള്ള ചിന്തയാൽ 200 250 രൂപയോ കൊടുത്ത് 400 300 പേജുള്ള ബുക്കുകൾ മേടിച്ച് പഠിക്കാനിരിക്കും. അവസാനത്തെ 3 ആഴ്ച നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെഗറ്റീവ് ഒന്നും വരാതെ കറുപ്പിക്കാതെ മാക്സിമം എന്താ പറയാ സിംഗിൾ ഡിജിറ്റിൽ നെഗറ്റീവ് കൊണ്ട് നിർത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന സമയമാണ് അവസാനത്തെ 3 ആഴ്ച എന്നൊക്കെ പറയുന്നത്. ഈ 3 ആഴ്ചയിൽ പെടാപ്പാടോടുകൂടി ചുമ്മാ വായിച്ചു വിടും. എന്നാൽ വായിച്ചു വിട്ടിട്ട് പിന്നെ ഒന്ന് മനസ്സിൽ ആലോചിക്കാൻ നിൽക്കത്തില്ല, ആലോചിച്ചാൽ കിട്ടത്തില്ല. കഴിഞ്ഞ് പഠിച്ചു പോയ കാര്യങ്ങൾ ആലോചിച്ചാൽ പെട്ടെന്ന് കിട്ടത്തില്ല. എന്നാൽ ഓപ്ഷൻ വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് കയറി പിടിക്കാനാവും. പക്ഷെ കറണ്ട് അഫയേഴ്സിന് കാര്യമായ പ്രാധാന്യം കൊടുക്കാതെ ഇരുന്ന പല ആളുകൾക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകം മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ച പല ആളുകൾക്കും ഇത്തവണ കറണ്ട് അഫയേഴ്സിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കൃത്യമായിട്ട് കാലാകാലം കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള എല്ലാവർക്കും നന്നായിട്ട് സ്കോർ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. കാരണം കൂടുതൽ ആൾക്കാരും കൂടുതൽ സമയം ചെലവിട്ടത് GK പഠിക്കാനായിരുന്നു, കറണ്ട് അഫെയർ ഒഴികെയുള്ള GK. ഇനി 6ാമത്തെ കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, നമുക്കും ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. എക്സാമിന്റെ തലേന്ന് വരെയും 5-6 മണിക്കൂറുകളുള്ള ക്ലാസ്സുകൾ. ദയവ് ചെയ്ത് ഇത്തരത്തിൽ എക്സാമിന്റെ 1 അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് മുന്നേ തന്നെ പരമാവധി ക്ലാസ്സുകൾ കണ്ടു പഠിച്ച് സിലബസ് തീർത്ത് നോട്ടുകൾ ആവശ്യത്തിലധികം വായിക്കുകയോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുകയോ ഒക്കെ സ്വന്തമായിട്ട് ചെയ്യാം. അല്ലാതെ പരീക്ഷയുടെ തലേന്നോ പരീക്ഷയുടെ അന്നോ ഇരുന്നുകൊണ്ട് ഈ ലോഡ് ചെയ്ത് തരുന്ന ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ട് പഠിച്ച് തഴമ്പിച്ച് കണ്ണുവേദന, തലവേദന, ഇതിൽ നിന്നൊന്നും മുക്തി നേടാതെ ഒട്ടും ബ്രെയിനോ മൈൻഡോ ഫ്രഷ് ആവാതെ നേരിട്ട് ക്ലാസ്സിൽ അല്ലെങ്കിൽ എക്സാം ഹാളിൽ ചെന്ന് കയറി പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ വിഴുങ്ങിയത് അതേപോലെ ഛർദ്ദിക്കുക എന്നുള്ള സാഹചര്യം. അറിയാവുന്ന ചോദ്യങ്ങളെ പോലും തെറ്റിച്ചു കൊണ്ടുവന്നു. കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു കാര്യം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് ഒരു 1 or 2 വീക്സ് നമ്മൾ കൂടുതലും ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ട് പഠിക്കുന്നത്, കൂടുതൽ സ്ട്രെയിൻ ഒന്നും കൊടുക്കണ്ട. എന്നാൽ നോട്ടുകൾ, നല്ല നോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് പഠിക്കാം.
ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം, ചോദ്യപേപ്പറുകളുണ്ട്. അല്ലാതെ അവസാനത്തെ ആഴ്ചയിൽ സിലബസ് തീർക്കാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. വിചാരിച്ച രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റാതെ വരുമെന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ തന്നെ ഇവിടെ ആരും സിലബസ് 100% തീർത്തിട്ടൊന്നും അല്ല സർക്കാർ ജോലി നേടുന്നത്. എന്നാ പിന്നെ UPSC IAS ഒക്കെ നേടുന്ന ആൾക്കാരൊക്കെ മുഴുവൻ 100% മാർക്ക് നേടണമല്ലോ. എല്ലാവരും സിലബസ് അതേപടി കറക്റ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മുഴുവൻ മാർക്കും കിട്ടണം, അല്ലേ? അപ്പൊ ഈ പറയുന്ന 6 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ശ്രദ്ധിച്ചുകൊണ്ട് ഇനിയുള്ള പരീക്ഷകൾ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇനിയുള്ള ദിവസം ഇതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ ഒരേ ഒരു കാര്യമുള്ളൂ, ദയവ് ചെയ്ത് കറക്കി കുത്താൻ നിൽക്കേ ചെയ്യരുത്. LDC പോലുള്ള പരീക്ഷകളിൽ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ? കുട്ടികളെ നിങ്ങൾ സമാധാനപരമായിട്ട് ക്ഷമയോടുകൂടി മനസ്സ് ശാന്തമാക്കി എക്സാം ഹാളിൽ ചെന്നിരിക്കുക, ഉത്തരം കൊടുക്കുക, തിരിച്ചു വരിക. സിമ്പിൾ. പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണ്ട, ചിന്തിച്ച് ടെൻഷൻ അടിക്കണ്ട. നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിനേക്കാളും മികച്ചൊരു എക്സാം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സോ താങ്ക്സ് എ ലോട്ട്, താങ്ക് യു വെരി മച്ച്. അടുത്തൊരു സെഷനിൽ വീണ്ടും കാണാം. ബൈ.